നമസ്കാരം. കേരള രാഷ്ട്രീയം അതിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. പതിറ്റാണ്ടുകളായി കേരളത്തെ സ്വന്തം കുടുംബസ്വത്ത് പോലെ കണ്ട LDF, UDF മുന്നണികൾക്ക് ഇനി എന്ത് സംഭവിക്കും? ചരിത്രത്തിലെ ഏറ്റവും വലിയ തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നേറ്റവുമായി BJP കളത്തിലിറങ്ങുമ്പോൾ കേരളത്തിലെ ജനവിധി മാറുമോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണക്കുകൾ മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം എന്ന കൊടുങ്കാറ്റിൽ അടിതെറ്റി വീഴാൻ പോകുന്ന രണ്ട് മുന്നണികളുടെ ദുരവസ്ഥയെക്കുറിച്ച് കൂടിയാണ്. LDF സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ജനങ്ങളെ എങ്ങനെ BJP-യിലേക്ക് അടുപ്പിച്ചു? UDF-ന്റെ ഒന്നുമില്ലായ്മ എങ്ങനെ നമ്മുടെ BJP-ക്ക് വളമായി? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അവസാന നിമിഷം വരെ കാണുക, കാരണം കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ മുന്നേറ്റത്തിന്റെ കഥയാണിത്. വിഷയത്തിന്റെ ഹൃദയം BJP-യുടെ അപ്രതീക്ഷിത മുന്നേറ്റമാണ്. ആകെ 23,505 വാർഡുകളിൽ നിന്നും NDA-യുടെയും പിന്തുണയോടെ 21,065 സ്ഥാനാർത്ഥികൾ. ഇതാകെ വാർഡുകളുടെ 90%. 2020-ൽ 77% സീറ്റുകളിൽ മത്സരിച്ച BJP വെറും 5 വർഷം കൊണ്ട് 90% എന്ന റെക്കോർഡ് നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കണക്കുകൾ LDF-നും UDF-നും ഒരുപോലെ പേടി സ്വപ്നമാകുന്നത്? LDF സ്വന്തം സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ കഴിയാത്തത്രയും സ്ഥലങ്ങളിൽ BJP 90% സീറ്റുകളിൽ മത്സരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് LDF കോട്ടകൾ എന്ന് അവകാശപ്പെടുന്ന ഗ്രാമീണ മേഖലകളിൽ പോലും BJP-ക്ക് സ്വാധീനം അത്രത്തോളം വർദ്ധിച്ചു എന്നാണ്. UDF ആകട്ടെ ഒരു ബദൽ ശക്തിയായി ഉയർന്നു വരാൻ UDF-ന് കഴിയാതെ പോയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് BJP-യുടെ ഈ വളർച്ച. ഭരണപക്ഷത്തോടുള്ള എതിർപ്പ് മുതലെടുക്കാൻ UDF-ന് കഴിയാതെ വന്നപ്പോ വോട്ടർമാർ BJP-യിൽ ഒരു പുതിയ പ്രതീക്ഷ കണ്ടെത്തി. BJP പറയുന്നു, ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന പാർട്ടിയും ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന ചിഹ്നം താമരയുമാണ്. ഇത് കേരളത്തിലെ ഇരു മുന്നണികൾക്കുമുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ്. ഇനി ഞങ്ങൾ മൂന്നാമതൊരു ശക്തിയല്ല, ആദ്യ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശക്തിയാണ്. LDF സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ പുകഞ്ഞുയരുന്ന ഭരണവിരുദ്ധ വികാരം BJP-യുടെ ഈ മുന്നേറ്റത്തിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് സുരേഷ് നടത്തുന്ന വിമർശനങ്ങൾ ജനമനസ്സിൽ തട്ടുന്നതാണ്. ഒന്നാമത് തന്നെ നമുക്ക് ക്ഷേമ പെൻഷനിലേക്ക് കടക്കാം. LDF സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ പുകഞ്ഞുയരുന്ന ഭരണവിരുദ്ധ വികാരം BJP-യുടെ ഈ മുന്നേറ്റത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഏവരും നടത്തുന്ന വിമർശനങ്ങൾ ജനമനസ്സിൽ തട്ടിയതാണ്. നമുക്ക് ആദ്യം തന്നെ ക്ഷേമ പെൻഷനിലേക്ക് കടക്കാം. ജനങ്ങളെ വഞ്ചിച്ച ഭരണം, മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ, തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കലല്ലാതെ മറ്റെന്താണ്? അതുപോലെ തന്നെ കേരളത്തിലെ ക്ഷേമ പെൻഷൻ പിണറായി വിജയന്റെ കുടുംബസ്വത്തിൽ നിന്നല്ല, അത് അർഹരായിട്ടുള്ള പാവങ്ങളുടെ അവകാശമാണ്. പിച്ചച്ചട്ടി എടുപ്പിച്ച ശേഷം ഇപ്പോൾ ഔദാര്യം പോലെ പെൻഷൻ നൽകി വോട്ട് നേടാമെന്ന് കരുതുന്നത് കേരളത്തിലെ സാധാരണക്കാരെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണ്. ഈ സാമ്പത്തിക ദുരിതം LDF-ന്റെ പതനത്തിന് ആക്കം കൂട്ടും. ഇനി അടുത്തത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്, അതായത് ഭരണ സംവിധാന ദുരുപയോഗം. സ്ത്രീ സുരക്ഷ പെൻഷൻ ഫോമുകൾ വിതരണം ചെയ്യുന്നതിലൂടെ ഭരണ സംവിധാനം ഉപയോഗിച്ച് വോട്ടർമാരെ പ്രലോഭിപ്പിക്കാനും വശീകരിക്കാനും ശ്രമിക്കുന്നു എന്ന BJP-യുടെ ആരോപണം അതീവ ഗൗരവമുള്ളതല്ലാതെ മറ്റെന്താണ്? അധികാരം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? തീർച്ചയായും ഭരണകക്ഷിക്കെതിരെയുള്ള രോഷം വോട്ടാക്കി മാറ്റാൻ BJP-യെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ LDF-നെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുമ്പോഴും അത് മുതലെടുക്കാൻ UDF-ന് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം മറ്റെന്താണ്? UDF പ്രതിപക്ഷം എന്ന നിലയിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് BJP ആരോപിക്കുന്നത്. മാത്രമല്ല, അവർ സഖ്യകക്ഷി എന്ന നിലയിലും പൂർണ്ണമായും തകർന്നടിഞ്ഞു. വിമതശല്യം, ഗ്രൂപ്പ് വഴക്കും UDF സ്വന്തം പാർട്ടിക്കുള്ളിലെ വിമതശല്യത്തിൽ മുങ്ങിക്കുളിക്കുകയാണ്. തിരുവനന്തപുരത്ത് മാത്രം 5 വിമതരാണ് മത്സരിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ അണികളെ പോലും ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയാത്തൊരു മുന്നണിക്ക് എങ്ങനെയാണ് സംസ്ഥാനത്തെ നയിക്കാൻ സാധിക്കുക? ഗ്രൂപ്പ് പോരിൽ തകർന്ന് പൊതുജന ശ്രദ്ധ നേടാൻ കഴിയാതെ പോയ UDF BJP-ക്ക് എളുപ്പമുള്ള ഒരു ലക്ഷ്യമായി മാറി. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നേതൃത്വമില്ലായ്മയുടെ തെളിവ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാട് അവരുടെ ദയനീയ പരാജയമാണ് തുറന്നു കാട്ടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വിവസ്ത്രയാക്കി നിർത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, KC വേണുഗോപാൽ മുതൽ VD സതീശൻ വരെയുള്ള നേതാക്കൾ പ്രതികരിക്കാൻ ഭയക്കുന്നുണ്ട്. ഇത് നേതൃത്വത്തിന്റെ ധാർമ്മികമായ തകർച്ച തന്നെയല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ വരെ നഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ബദൽ മാർഗം തേടും.
ആ ബദലായി BJPക്ക് മാറാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിയുക തന്നെയാണ്. കോൺഗ്രസ് CPM നേതാക്കളുടെ ചിത്രങ്ങൾ ചോദ്യചിഹ്നം അടയാളപ്പെടുത്തി ഗൂഢാലോചന എന്ന ലേബൽ നടക്കുന്നുണ്ട്. അതായത് LDF UDF മുന്നണികളെ ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മറ്റൊരു ആരോപണം രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ പൊതുപ്രവർത്തന സംസ്കാരത്തിന് മുഴുവൻ അപമാനമാണ് ഈ കോൺഗ്രസ് നേതാവ് എങ്കിൽ ഇയാൾക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയനെ പിന്തിരിപ്പിക്കുന്ന ഘടകം എന്താണ്? അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ തീ കോരിയിടാൻ പോകുന്നതാണ് ഈ ഒരു വിഷയം. കോൺഗ്രസ് നേതാവിനെതിരെ നടപടിയെടുക്കാൻ CPM സർക്കാർ മടിക്കുന്നതിന് അതിന് പിന്നിൽ രാഷ്ട്രീയപരമായ ഒരു ഗൂഢാലോചനയുണ്ടോ? പരസ്പരം കണ്ണടച്ച് അഴിമതികളും രാഷ്ട്രീയ തട്ടിപ്പുകളും മറച്ചു പിടിക്കാൻ ഇരു മുന്നണികളും രഹസ്യധാരണയിൽ എത്തിയിട്ടുണ്ടോ? ഈ ഒരു സംശയം സാധാരണ ജനങ്ങൾക്കിടയിൽ ശക്തമാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇരു മുന്നണികളും ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, കേരള രാഷ്ട്രീയം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക തന്നെയാണ്. പതിറ്റാണ്ടുകളായി കേരളം ഭരിച്ച LDFനും UDFനും ഇനി കാര്യങ്ങളൊന്നും എളുപ്പമാകില്ല. അവർ ഇവിടെ യാതൊന്നും ചെയ്തിട്ടുമില്ല. ഭരണവിരുദ്ധ വികാരം, നേതൃത്വമില്ലായ്മ, ഗ്രൂപ്പ് പോര്, അഴിമതി ആരോപണങ്ങൾ എന്നിവയിൽ മുങ്ങിക്കുളിച്ച ഇരു മുന്നണികൾക്കും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരു അഗ്നിപരീക്ഷ തന്നെയാണ്. അതേസമയം 90% സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ശക്തമായ സംഘടനാ സംവിധാനത്തോടെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ BJP മുന്നോട്ട് വന്നിരിക്കുകയാണ്. LDFന്റെ ഭരണപരാജയങ്ങളും UDFന്റെ പ്രതിപക്ഷ പരാജയവുമാണ് BJPക്ക് കേരളത്തിൽ വളരാനുള്ള ഏറ്റവും വലിയ അവസരം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ കേന്ദ്രത്തിൽ നൽകിയിരിക്കുന്ന സംഭാവനകൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നൽകിയിരിക്കുന്ന സംഭാവനകൾ അതെല്ലാവരും കാണുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കും. മൂന്നാം ശക്തിയുടെ വളർച്ച എന്നത് ഇനിയൊരു വിദൂര സ്വപ്നമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ അനിവാര്യമായ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ LDF ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സ്വാധീനിക്കും? BJPയുടെ ഈ വൻ നീക്കം കേരളത്തിൽ വിജയം കാണുമോ? നിങ്ങളുടെ ചിന്തകൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.